അല്ലാ ഒരു പാട്ട് പാടട്ടെ ഉള്ളേ, കുഴപ്പമില്ല, നാലാം കട്ടെ പിടിച്ചോട്ടാ. എൻ്റെ കൽവിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, ഖത്തറിന്ന് വായോ സുൽത്താൻ്റെ വേലക്കാരാ. ആരാ വേലിക്ക കിടന്ന് മാറണേ? അതായത് വേലിക്ക ഇങ്ങോട്ട് പാടാ, ഇതിലെ പാടാ, ഇവിടെ പാടാ. നീയാണോ വേലിക്ക കിടന്ന് മാറിയേ? എന്റെ മോനെ ആ ശാരദയുടെ വീട്ടിൽ കിടന്ന് എന്താ ഒരു ബഹളം കേക്കണേ? നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കില്ല. അല്ല, നീ ഒരു പൊന്നാങ്കട്ട ആങ്കൊച്ചല്ലേടാ, നിനക്കൊന്ന് പോയി നോക്കിയാ എന്താ? ഇടയ്ക്ക നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കില്ല പറഞ്ഞില്ലേ? നീ നോക്കിയാ എന്താ കുഴപ്പം? ഞാൻ ഒരു പ്രാവശ്യം നോക്കിയാ ഞാൻ അവിടെ ബഹളം. നീ ആള് കൊള്ളാല. അത് ശരി. അല്ല, ഇവിടെ വലിയ പാട്ടും കൂത്തൊക്കെയാണല്ലോ. എന്താ ഖത്തറ ബത്തറ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സംഭവം? മൂത്തമോൻ ഖത്തറിലല്ലേ? മൂത്തമോനാര്? അബൂബക്കർ. അത് ശരി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അവനിപ്പാ പോയിട്ട് ഒരു മെച്ചമില്ല പോനെ. എന്ത് പറ്റിട്ടാ? തീറ്റ ഒന്നും കൊടുക്കണില്ല അവന്. എന്താ? രാവിലെ ഒരു പഴം കൊടുക്കും, ഉച്ചയാവുമ്പോ ഒരു കൂട് കപ്പലിന്, വൈകുന്നേരം ആവുമ്പോ 2 ബിസ്ക്കറ്റും കൊടുക്കും. ഇത്രയ്ക്ക് ക്രൂരനാണോ അറബി? അറബിയുടെ കുഴപ്പമില്ല, പിന്നെ ഇവിടുത്തെ ട്രാവൽ ഏജൻസിക്കാര് പറ്റിച്ച പണിയാ. എങ്ങനെ? അവനൊരു കുരങ്ങിന്റെ വിസയില ഇവിടുന്ന് കയറ്റി വിട്ടേക്കണേ. അത് ശരി. അപ്പൊ രണ്ടാമത്തവന് നാടകത്തിന്റെ പരിപാടിയായിരുന്നല്ലോ. അടിപൊളിയല്ലേ നാടകത്തിനൊക്കെ? ഇപ്പൊ എന്താ ഡിമാൻഡ്? ഭയങ്കര ഡിമാൻഡല്ലേ? ഞാൻ പറഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഇത്ത പറയാ? കളിച്ചു കഴിഞ്ഞാൽ വലിയ മെച്ചമില്ല പോനെ. എന്ത് മെച്ചില്ല? നാടകത്തിനൊക്കെ നല്ല കാശൊക്കെ ഉണ്ട്. ഇപ്പൊ നാടകത്തിന് പോണില്ല, പിന്നെ 5-6 സീരിയലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നാളെ സീരിയലായി. സീരിയല് പോയി. എന്റെ ദൈവമേ, ഇത്ത സീരിയലിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോ എന്താ കാശ്? അത് മെഗാ സീരിയലാണെങ്കിൽ പറയേ വേണ്ട. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന വീട്ടില്. അല്ല, മോളുണ്ടായില്ല? ഒരു മോള് സൂറാബി. അവളുടെ നിക്കാഹ് കഴിഞ്ഞല്ലോ. നിക്കാഹ് കഴിഞ്ഞാ? എന്ത്? ഞങ്ങളൊന്നും വിളിച്ചു പോലുമില്ല. അവക്ക് ഇന്റർനെറ്റിൽ ചേറ്റിംഗ് ആയിരുന്നല്ലേ പരിപാടി. ചേറ്റിംഗ് അല്ല, ചീറ്റിംഗ്. എന്ത് പണ്ടാറാണ് അവള് ചീറ്റി അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സായിപ്പായിട്ട് ലൈനായി. നിക്കാഹ് നടത്തി കൊടുത്തില്ലെങ്കിൽ തൂങ്ങിച്ചാവെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നിപ്പ. അവസാനം ഇവക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വിസയില്ല, സായിപ്പിനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും വിസയില്ല. എന്നിട്ട് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ് അങ്ങോട്ട് നടത്തി കൊടുത്ത്. ഇപ്പൊ എന്ത് സൂറാബി ചെയ്യുന്നു? ഇപ്പൊ സൂറാബി പ്രസവിച്ചെടുക്കണം. അല്ല, അങ്ങോട്ട് പോയിട്ടില്ല സൂറാബി, ഇങ്ങോട്ട് അയാൾ വന്നിട്ടില്ല. ഇല്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്നേ? ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു. ഇന്റർനെറ്റ് വഴി പ്രസവിക്കേ? ശാസ്ത്രം ജയിച്ചു, അവള് പ്രസവിച്ചു. എനിക്ക് അത്ര അറിയാൻ പാടുള്ളൂ. അയൽപക്കത്തേക്ക് ഒരു ഇന്റർനെറ്റിന്റെ ഭാഗ്യേ. എന്താ പറഞ്ഞ? അല്ലപ്പാ, കൊച്ചും തള്ളൊക്കെ സുഖമായിട്ടിരിക്കണ? അവക്ക് അങ്ങനെ വലിയ സുഖമൊന്നുമില്ല. എന്തുപറ്റി? അവക്ക് ഇരട്ടക്കുട്ടി ഉണ്ടാവണമെന്നായിരുന്നു ആഗ്രഹം. അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ടക്കുട്ടി ഉണ്ടായതേ. സൈനബയുടെ മോൾക്ക് ഇരട്ടക്കുട്ടിയായിരുന്നു, ജമീലയുടെ മോൾക്ക് ഇരട്ടക്കുട്ടിയായിരുന്നു. അപ്പൊ ഇവളും പറഞ്ഞു, ഉമ്മ എനിക്കും ഇരട്ടക്കുട്ടി ആയിരിക്കൂട്ടാന്ന് പറഞ്ഞു. വയറ് കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി മോനെ. പക്ഷെ ഉണ്ടായപ്പോ ഒരു കുട്ടി ഉണ്ടായോളൂ. പക്ഷെ അവള് മിടിക്കാണ്ടാ. എങ്ങനെ? 6 മാസം കൊണ്ട് ഇരട്ടക്കുട്ടി ആക്കും. 6 മാസം കൊണ്ട് ഇരട്ടക്കുട്ടിയാ? അതെങ്ങനെ? അവള് കുട്ടി ഉണ്ടായപ്പോ തന്നെ ലിസ്റ്റിൽ നിക്ഷേപിച്ചു. ഇനി 6 മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിൻവലിക്കാൻ. അല്ല, ബീരാനിക്ക് എന്തിയേ? അപ്പൊ നീ പറയാ അങ്ങനെയാണെങ്കിൽ കുറെ നാൾ ഇടാൻ പാടില്ലേന്ന്. ഞാൻ ചോദിക്കണ ഒരു 10-12 ഇട്ടേക്ക്. അപ്പൊ അങ്ങനെ കുറെ നാളിട്ട കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ യത്തീംഖാന നടത്താൻ നിന്റെ വാപ്പ കൊണ്ടുവന്ന് ചെലവിന് വരുമോ? അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത് ബീരാനിക്ക് എന്ത്? ബീരാനിക്കട ആരെയൊന്നും പറയണ്ട, അവനെ ചൊവ്വാവൂല അയാള്. എന്ത് പറ്റി? ഇപ്പൊ തന്നെ രാവിലെ ഇവിടുന്ന് പോയതാണ്. ഇപ്പൊ ഏതോ ഷാപ്പിൽ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കുകയാണ്. അതെങ്ങനെ രാവിലെ തന്നെ വെള്ളം അടിച്ച് ഓഫായി? ഇതൊക്കെ എങ്ങനെ മനസ്സിലായേ? ഞാൻ മൊബൈലിൽ വിളിച്ചു. അതൊക്കെ അപ്പൊ ഒരു പെണ്ണാണ് എടുത്തത്. അവള് പറഞ്ഞു ഒന്നുകിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ആൾ ഓഫാണെന്ന് പറഞ്ഞു. അതെ, റേഞ്ച് ഇല്ലാണ്ടാണ്. ബീരാനിക്കാക്ക് റേഞ്ച് ഇല്ലാന്ന് നീ എങ്ങനെ അറിഞ്ഞേ? അല്ല, ഞാൻ ആ റേഞ്ച് അല്ല ഉദ്ദേശിച്ചത്, ഇത് മൊബൈലിന്റെ റേഞ്ച്. അത് തന്നെയല്ലേ ഞാനും പറയണത്. ബീരാനിക്ക റേഞ്ച് ഇല്ലാണ്ട് ഹൈ റേഞ്ചിലേക്ക് മാറാൻ നടക്കണം. അപ്പോഴാണ് ഈ ചെറുക്കൻ ഇങ്ങനെ പറയണേ. അത് ശരി. അത് തന്നെയില്ല മോനെ, ഞങ്ങൾ തമ്മിൽ ഒക്കൂല. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ പാമ്പും കീരിയപ്പ.
പാമ്പും കീരിയ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടാ മതി, അപ്പ പാമ്പും കീരിയ. എന്നിട്ട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ വളരെ സ്നേഹത്തിലാണെന്നാണ് പറയണത്. സ്നേഹത്തിനൊന്നും കുറവില്ല, പക്ഷെ ഞങ്ങളുടെ നാള് തമ്മിൽ ചേരൂല. എന്നിട്ട് എന്ത് ചെയ്തു? ഏതാ നാള്? ഞാനൊരു നാള് നോക്കണ ആളുടെ അടുത്ത് പോയി. അപ്പൊ അയാള് പറഞ്ഞ നാളിന്റെ കുഴപ്പമാണ്. നാളിന്റെ കുഴപ്പ? ഇത്തട നാള് ഏതാ? എന്റെ നാളിന് കുഴപ്പമില്ല. ഏതാ നാള്? എന്റെ നാള് മകം. മകം? മകം പറഞ്ഞ മങ്കി അല്ല മങ്ക. അങ്ങനെ പറ, മകം പറഞ്ഞ മങ്ക കലം തുറന്നിരിക്കുന്നാണ്. പക്ഷെ ഇക്കാടെ നാളിനാണ് കുഴപ്പം. ഇക്കാടെ നാളേതാ? ആയില്യം. ആയില്യം, ദൈവമേ സൂപ്പർ നാളല്ലേ ആയില്യം. നല്ല പാമ്പായിരിക്കും. പാമ്പ് പാമ്പ് പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാമ്പാണെങ്കിൽ ഒന്ന് കൊത്തണം, അല്ലെങ്കിൽ ഒന്ന് ചീറ്റണം, അതല്ലെങ്കിൽ പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ വേലിയുമ്പോ ചുറ്റി പണിഞ്ഞ് നടന്നിട്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അത് പോട്ടെ. അല്ല പിന്നെ 5-6 പിള്ളേരൊക്കെ ഉണ്ടായി. അതെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്ലാവാകുമ്പോ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും. അതിന് ഉടമസ്ഥൻ വല്ല വളമിട്ടിട്ടാണ്. അല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലേ, എവിടുന്ന് വരുന്ന വഴി ഒരു വലിയൊരു ഫ്ലക്സ്. ഇക്കാക്കിപ്പോ വോളിബോൾ ടൂർണമെന്റ് നടത്തല പരിപാടി. വോളിബോളാ? ഇവിടുത്തെ പാലാ ഫെസ്റ്റിലെ പരിപാടി കണ്ട് ഇപ്പൊ പുള്ളി ഇപ്പൊ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഡെയിലി വോളിബോൾ ടൂർണമെന്റ് ആണോ? അത് ശരി. അല്ല അപ്പൊ നന്നായി കളിക്കോ? എല്ലാ ദിവസവും കളിയല്ലേ? ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായി? ഇന്നലെ എന്ന് പറഞ്ഞാൽ ബാക്ക് വെക്കണ ഔക്കാദുട്ടിയുള്ള സർവീസ് ചെയ്ത് ഔക്കാദുട്ടിയിൽ നിന്ന് ജമാലിന്, ജമാലിൽ നിന്ന് ഖാദറിന്റെ, ഖാദറിൽ നിന്ന് പോക്കറിന്റെ നിന്ന് അഹമ്മദിന് കിട്ടി. അഹമ്മദ് പോക്കിയിട്ട് ഒറ്റ സ്മാഷ്. പോയിന്റ് ആയില്ല. പിന്നെ കലുങ്കം മേടിച്ച് പുറത്തേക്ക് പോയി. ഇത് ഏത് കളിയുടെ കാര്യം പറഞ്ഞു? കളിയുടെ കാര്യമല്ല പറഞ്ഞ. പിന്നെ ഇന്നലെ ടൂർണമെന്റ് നടത്തിയ പിള്ളേരെ കൂടി ഇക്കാനെ പോക്കിട്ട് ഇടിച്ച കാര്യം പറഞ്ഞതാ. അത് ശരി. എനിക്ക് ഇത്തരം ഒരു തമാശ കേൾക്കുമ്പോ എനിക്ക് നീ എന്താ ഈ പോസ്റ്റിന് സ്റ്റേ കൊടുത്തേക്കണ തോളത്തേക്ക്? നീ ഇങ്ങനെ തോളത്തിട്ടുമ്പോൾ ആമ്പല്ലേട്ടാ. എനിക്ക് എപ്പോഴും കൺട്രോൾ കിട്ടിയെന്ന് വരൂല്ല. അത് മാത്രമല്ല, ഇക്ക ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നിക്കണ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ ഇക്കാക്ക് ഇപ്പൊ ഭയങ്കര സംശയമല്ലേ? അള്ളാ വന്നുണ്ട് പുള്ളേ, കൊടുക്കത്തെ സംശയമാണ്. നിന്നെ വെട്ടി തുണ്ടാക്കി കളയും. എവിടെയെങ്കിലും പോയി ഒളിച്ചോ? ഞാൻ എവിടെ പോയി ഒളിക്കാൻ? രക്ഷപ്പെട്ടോ നീ എവിടെയെങ്കിലും? ഞാൻ എവിടെ പോയി ഒളിക്കും? മിണ്ടല്ലേ മിണ്ടല്ലേ. നീ ഒരു കാര്യം മുണ്ടയിക്കടെ ചെയ്താനാ ഞാൻ. ഇങ്ങോട്ട് വാ, അപ്പുറത്തേക്ക് വാ. നീ എന്നിട്ട് ഈ അയേമ മുണ്ട് കിടക്കണത് ഇങ്ങനെ പിരിച്ചു പിടിച്ചിട്ട് എന്റെ മറയിലവിടെ നിന്നോ. മുഖം കാണിക്കല്ലേ? വാതിൽ തുറക്കാത്തതിന്റെ നേരിട്ട് വിളിക്കണത്. വാതിൽ തുറന്ന് പോരെ. എന്ത് കഷ്ടം. എന്താണ് ഒരു വളിച്ച ചിരി? അത് ഇന്നലെ ഇട്ടതാ, അതാ നേരം വെളുത്തപ്പോ വളിച്ചു പോയേ. ചിരി വരെ വളിച്ചു പോയിട്ടാ. വെറുതെ വന്ന് ചവിട്ടെന്ന് പറയാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്യുന്ന എടി ചെയ്താന്? നമ്മളപ്പോ ഒന്നും അറിയില്ല എന്ന് എന്റെ വിചാരം. അല്ല, ഇത് പറഞ്ഞാ പഠിച്ചോനെ നമ്മളെന്ന് ഇത് പറഞ്ഞോന്നാ ഫോട്ടോ എടുക്കാൻ വേണ്ടി വഴി ആൾക്കാർ കുടുംബത്തിൽ കയറി ഇറങ്ങി പോണം അല്ലേ? എടുത്തു കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ തോർത്ത് കിരിതരാണ്. ഈ തോർത്ത് കിരിതരാണ്. നേരം വെളുക്ക വീട്ടിൽ വന്ന് ഓരോ പ്രശ്നമായിട്ട് അങ്ങനെ തുടങ്ങി. ഈ തോർത്ത് കീറിയതല്ലേ നമ്മുടെ നിക്കാഹിന് മേടിച്ച് ഈ തോർത്ത് കീറിയത് ആരാണ് നമുക്കറിയണത്? അത് കുഞ്ഞപ്പൻ കീറിയതാ. ആര് കീറിയത്? എന്റെ മനുഷ്യനെ ഈ തോർത്ത് കീറിയ കാര്യമല്ലേ? അതല്ലേ പറഞ്ഞ കുഞ്ഞപ്പൻ കീറിയതാന്ന്. കുഞ്ഞപ്പൻ കീറിയ ആരടി കുഞ്ഞപ്പൻ? അത് ശരി, നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീറിക്കിട്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ്. എന്റെ മനുഷ്യനെ നിങ്ങൾ കാട് കീറി ഇങ്ങനെ മെഗാ സീരിയലിന്റെ കഥ എഴുതുന്നവര് പോവല്ലേ? തോർത്ത് കീറിയ കാര്യമല്ലേ? അതെ. ഇത് ഞാൻ കുളിക്കാൻ നേരത്ത് കുഞ്ഞപ്പൻ കീറിയതാ. കുളിക്കണ നേരത്ത് കുഞ്ഞപ്പൻ കീറിയതാ. അപ്പൊ നീ കുളിക്കണ നേരം നോക്കിയിട്ട് കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറാന്ന് പറഞ്ഞ നടക്കണ അവന്റെ വീട് എവിടെ? പറഞ്ഞ അവനെ പറയട്ടെ. ഈ തോർത്ത് കീറിയ കാര്യമല്ലേ? ഈ തോർത്ത് എടുത്തുകൊണ്ട് ഞാൻ കുളിക്കായിരുന്നു. ഇപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി. അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പൻ ഇങ്ങനെ കുഞ്ഞപ്പൻ മൂട് കീറിപ്പോയതാണ്. അത് ശരി. കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ കുനിഞ്ഞപ്പ കീറിപ്പോയി. കുഞ്ഞപ്പ ഇടി ചെയ്താനെ ഒന്നല്ല ഈ പല്ല് തേക്കണം, അല്ലെങ്കിൽ നാക്ക് പഠിക്കണം. അല്ലാണ്ട് എന്റെ ബക്കറ്റ് നീ കുഞ്ഞപ്പൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞ കുഞ്ഞപ്പ കീറിയതാണ്. നീ ശരിയല്ലട്ടാ. നിന്റെ നാക്ക് നിന്റെ നോട്ടം ശരിയല്ലല്ലോ. ഇത് നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം. കോങ്ങണ്ണല്ലേ? അതെ, കോങ്ങണ്ണ. പുറത്ത് ചെരുപ്പടക്കണ ആരാണ്?
പുറത്തൊരു ചെരുപ്പ് എടുക്കണ പുറത്ത് ചെരുപ്പ് ഊരിട്ടുണ്ടാണ് ഇങ്ങനെ വന്നേ. ആര്? നിങ്ങളുടെ ചെരുപ്പല്ലേ അത്? നമ്മൾ ചെരുപ്പിടാറില്ല. പടച്ചോനെ, നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് മേടിച്ച ചെരുപ്പല്ലേ അത്? നമ്മൾ ചെരുപ്പിടാതെ നിനക്കറിയാൻ പാടില്ലേ? നിക്കാഹ് അന്ന് മുതൽ നമ്മൾ ചെരുപ്പിടാറില്ലല്ലോ. പടച്ചോനെ, നിങ്ങൾ കേക്കണ്ട. ഇത് വന്ന് കേറിയിട്ട് നമ്മുടെ മെക്കിട്ട് കയറാനായിട്ട് ഓരോ കാര്യാണ്ടിരിക്കേ. നീ എന്തെങ്കിലും ചോദിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളുടെ ചെരുപ്പാണത്. ആണല്ല, നിന്നെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചല്ല? വിശ്വസിച്ച് അവിടെ ചെരുപ്പാണത്. പടച്ചോന് നല്ല മുണ്ടാണുള്ളത്. വെള്ളമുണ്ട് തരരുത്. വെള്ളമുണ്ട് നിങ്ങളുടെ നമ്മുടെ അയ്യമ്മ ഇങ്ങനെ ഉണക്കാട്ടെ വിറക്കണ വെള്ളമുണ്ടാ. കഴിഞ്ഞ ചന്ദനക്കുടത്തിന് മേടിച്ച വെള്ളമുണ്ട്. ആര്? നിങ്ങൾ മേടിച്ചത്. ചെയ്തര കള്ളിത്തിരി നമ്മൾ കൊടുക്കാറ്. എന്റെ മനുഷ്യനാ, നിങ്ങളുടെ മുണ്ടാണ്. നമ്മുടെ മുണ്ടല്ലേ? പഠിച്ചോനെ, ഇത് കേക്കണ്ട. നമ്മളൊരു കാര്യം പറഞ്ഞ കേട്ടിരിക്കി. നീ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കണം. നിങ്ങളുടെ മുണ്ടാണത്. നമ്മൾ മുണ്ടാണ്. മാർക്കറ്റിൽ പോയിട്ട് നീ ചീര മേടിക്കാൻ പറഞ്ഞില്ലേ? കോട്ടയത്തേക്ക് ബസ്സിൽ നിന്നുകൊണ്ട് പോണ ഒരാളാണ്. കോട്ടയത്തേക്ക് ബസ്സിൽ നിന്ന് പോണ ആളാ? ഇത് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കോട്ടയത്തേക്ക് ബസ്സിൽ പോണതാ. ഇത് നമ്മൾ വിശ്വസിക്കരുത്. ആരാ നീ? അല്ല, ഇത്ര നേരം പറഞ്ഞത് ഇക്ക വിശ്വസിച്ചില്ലേ? ഇതും കൂടെ ഒന്ന് വിശ്വസിക്ക. Welcome to the world of Ellie Brand Show. ഈ നിൽക്കുന്ന താരസുന്ദരി ആരാണെന്നറിയണ്ടേ? ഇതാണ് മാർഗരറ്റ് പെറ്റനീറ്റോ. PVC പൈപ്പ് കടഞ്ഞ കഴുത്തും ടെലിഫോൺ പോസ്റ്റിനെ വെല്ലുന്ന പൊക്കവും കാച്ചിയ പപ്പടത്തിന്റെ നിറവുമുള്ള ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ചിട്ടയോടെ ചെയ്യുന്ന വ്യായാമവും എയറോബിക്സും. അതീവ സുന്ദരിയായ ഇവരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്നിവർ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണ്ടേ? കേട്ടു നോക്കൂ. നിങ്ങൾ എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിരിക്കുകയാണല്ലേ? ഇനി എന്നെ വെല്ലുന്ന ഒരു സൗന്ദര്യധാമത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു ഉത്തമ പുരുഷൻ. അദ്ദേഹത്തിന്റെ ബയോഡേറ്റ കേട്ടാൽ ഏത് പെണ്ണിനും ഒന്ന് കാണാൻ തോന്നും. ആഫ്രിക്കൻ പോപ്പ് ഗായകൻ, റെസ്ലിംഗ് വിന്നർ, കരാട്ടെ, കുങ്ഫു, ജൂഡോ പരിശീലകൻ. കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. Here comes Mr. Charles Remo. Hi, Remo. Hi, how are you? I am fine. Who are you? എന്തു പറ്റി ചാൾസ്? ഇന്നലെ കണ്ടതിലും കൂടുതൽ കറുത്തു പോയല്ലോ. വെരി ബ്ലാക്ക്. കറുപ്പിന് 7 അഴകാണ്. പക്ഷെ ബാക്കി 93 വെളുപ്പിലാണ്. അതിരിക്കട്ടെ ചാൾസ്, എന്താണ് വരാൻ വൈകിയത്? എനിക്ക് കരാട്ടയുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. എവിടെ? കുന്നംകുളം ടൗൺ ഹാളിൽ. എന്ത് കിട്ടി? കണക്കിന് കിട്ടി. അയ്യോ, ചാൾസ് എന്താണ് തപ്പുന്നത്? നിനക്ക് തരാൻ എന്റെ കയ്യിൽ കിട്ടി. എന്ത്? മിഠായി. വിശേഷം വല്ലതും? പെങ്ങൾ പ്രസവിച്ചു. കുട്ടി? ആൺകുട്ടി, നല്ല തങ്കക്കട്ടി. പക്ഷേ ചാൾസിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ. എങ്ങനെ സന്തോഷിക്കും? അതെന്താ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല.
ഇത്തരം സന്ദർഭങ്ങൾക്ക് ആനന്ദം പകരാൻ എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ മിഠായി വാങ്ങിക്കൊടുക്കൂ. ഇതിന്റെ വില വെറും 999 രൂപ മാത്രം. ഒത്തിരി നേരം കൊണ്ട് നമ്മൾ ഇത്തിരി സംസാരിച്ചു. എന്റെ തൊണ്ട വളരുന്നു, അല്ല വരളുന്നു. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ കൊണ്ടുവരാം. നല്ല ചൂടുണ്ടായിരിക്കണം. ഇപ്പൊ കൊണ്ടുവരാം. അല്പം പഞ്ചസാര ഇട്ടോളൂ. ഇപ്പൊ കൊണ്ടുവരാം. ഇത്തിരി ചായപ്പൊടി കൂടി ഇട്ടോളൂ. എന്നാ പിന്നെ ചായ എന്നങ്ങ് പറഞ്ഞാ പോരെ. ഓ ചാൾസ്, ഇപ്പൊ കൊണ്ടുവരാം. അടുക്കളയിലെ പുകയും കരിയും പല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്നു. പാചകം ചെയ്യുക വഴി കൈകളുടെ മൃദുത്വം നഷ്ടപ്പെടാൻ ഇടയാകുന്നു. പക്ഷേ എനിക്കിതൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. എല്ലാം ചെയ്യുന്നത് ചാൾസ് ആണ്. ഇന്നാ ചായ. ഹായ്, മനോഹരമായ ചായ. ഇത് സാധാരണ ചായയല്ല, എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ ചായ. ഇതിന്റെ വില 999 രൂപ മാത്രം. അല്ല മാത്രം. ഓ ചാൾസ്, ഒരു കാര്യം മറന്നു. ഉണ്ണാനോ? അല്ല. ഉറങ്ങാനോ? അല്ല, വൃത്തികേടായിരിക്കുന്നു. ഞാനോ? അല്ല, എന്റെ തുണികൾ. എന്തു ചെയ്യണം ചാൾസ്? വെറുതെ ഇരിപ്പും വിശ്രമവും മാഡത്തിന്റെ ഹോബിയാണല്ലോ. അതും ഞാൻ തന്നെ ചെയ്യാം. ചാൾസ് പണിയെടുത്തു മരിക്കും. അല്ലെങ്കിലും മരിക്കും. എങ്കിൽ പിന്നെ പണിയെടുത്തു മരിക്കൂ ചാൾസ്. ഞാനൊരു പാവമാ. പക്ഷേ തുണി അലക്കാൻ പാകമാ. അയ്യോ. നോക്കൂ, അധ്വാനവും ചുറുചുറുക്കുമാണ് ചാൾസിന്റെ ആരോഗ്യ രഹസ്യം. അത് മറക്കണ്ട. അത് മാത്രമല്ല, ഇതൊന്നും ഞാൻ മറക്കില്ല. വയസ്സനായ ചാൾസിനെ ഞാൻ ഇന്നൊരു ചെറുപ്പക്കാരനാക്കും. എങ്ങനെ? ആദ്യം ഒരു ബക്കറ്റ് എടുക്കൂ. ഇനി എലി ബ്രാൻഡ്സിന്റെ ഒരു സോപ്പ് കട്ട എടുക്കൂ. വെട്ടി നുറുക്കൂ. ഞാനൊരു കൊലപാതകയായില്ലേ? എന്നെയല്ല, സോപ്പ് വെട്ടി നുറുക്കൂ. അത് ബക്കറ്റിലേക്കിടൂ. നന്നായി ഇളക്കൂ. ശക്തിയായി ഇളക്കൂ. കണ്ടോ? എന്ത്? പതാ. ഇനി അതെടുത്ത് കമത്തി കളയൂ. അതെന്തിനാ? ആദ്യം ബക്കറ്റിലെ അഴുക്ക് പോട്ടെ, പിന്നെയല്ലേ തുണി. തുണി അലക്കൊക്കെ വാഷിംഗ് മെഷീനിൽ പോരെ? പോരാ, ചാൾസ് ഒരു വാഷിംഗ് മനുഷ്യനാകണം. നോക്കൂ, ഇതിന് വൈദ്യുതി ചിലവില്ല, ഇന്ധന ചിലവില്ല, ഭക്ഷണ ചിലവ് മാത്രമേ ഉള്ളൂ. കുറച്ചു ഭക്ഷണം ഇട്ടുകൊടുത്താൽ മതി. ചാൾസ് പട്ടിയെ പോലെ പണിയെടുക്കും. ചാൾസ്, തുണി വാഷ് ചെയ്യാൻ എന്തു പൊടിയാണ് ഉപയോഗിച്ചത്? അഴുക്കിന്റെ മിത്രം, തുണിക്കൊത്ത ശത്രു, ഗോപാൽ പൽപ്പൊടി. അല്ല, പദപ്പൊടി. ഇതിന്റെ വില 999 രൂപ മാത്രം. എങ്ങനെയുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ്? ഒരു പണിയും ആർക്കും വിട്ടുകൊടുക്കില്ല. എല്ലാം ചാൾസ് തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്യിക്കും. മുറ്റമടിക്കാൻ, മാർക്കറ്റിൽ പോകാൻ, വെള്ളം കോരാൻ, വിറക് കീറാൻ, തുണി അലക്കാൻ, അടുക്കള പണി ചെയ്യാൻ ചാൾസ് എന്റെ കൂടെയുള്ളതിനാൽ ജീവിതം ഈസി. ഇപ്പോൾ മനസ്സിലായില്ലേ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം? ചാൾസ്. അതെ, ഇതുപോലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഈസി. ഇതിന്റെ വില? ഇതിന് വിലയില്ല. അതെ, ഇത് സ്വന്തമാക്കാൻ പണച്ചെലവില്ല. നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാം. ഞാൻ ഇതിനെ സ്വന്തമാക്കിയത് വിവാഹത്തിലൂടെയാണ്. അതെ, ചാൾസ് എന്റെ പേരിന് ഒരു ഭർത്താവാണ്.
വിജയിക്കട്ടെ മഹാരാജാവ് വിജയിക്കട്ടെ മഹാരാജാവ് വിജയിക്കട്ടെ മഹാരാജാവ് വിജയിക്കട്ടെ. നിർത്ത് കിടന്ന് തൊണ്ട കീറാതെ. എടാ ഒന്ന് പതുക്കെ പറയടാ, കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ ഇത്രയും നാൾ തോറ്റ് കിടക്കായിരിക്കും. എന്നായി പണ്ടാരക്കാരൻ തൊലഞ്ഞു പോട്ടെ. മാർജാരൻ അല്ല മഹാരാജൻ, അങ്ങ് ഇന്നലെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അങ്ങ് എന്തിനാണ് ഇന്നലെ വൈകുന്നേരം മട്ടുപ്പാവിൽ വെച്ച് പരസ്യമായി റാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത്? പ്രജകൾ മൊത്തം കണ്ടു. വളരെ മോശമായി പോയി. നാം ഇന്നലെ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് രാവിലെയാണ് നാം തിരിച്ചെത്തിയത്. ഇതാ യുവന്മാരുടെ കുഴപ്പം. നാം ഇല്ലാത്തപ്പോ ഓരോരുത്തന്മാര് വന്ന് ഓരോന്ന് കാണിച്ചു വെക്കും. അവസാനം പേര് ദോഷം നമുക്കും. അവിടുന്ന് മിനിസ്റ്ററോട് ഞാൻ മിണ്ടില്ല. രാജൻ ഇങ്ങനെ കിടന്ന് കരയാതെ. ജനാർദ്ദന് ചിരിക്കാൻ ഇത് മതി. ജനാർദ്ദനോ? അല്ല, ജനത്തിന് ആർത്തി ചിരിക്കാൻ ഇത് മതിയെന്ന്. ഓഹോ, ആ മന്ത്രി എന്താണ് പതിവില്ലാതെ കയ്യിലെന്തോ സാധനമായിട്ട്? ഇത് പ്രസാദം. ആർക്ക്? അവിടത്തേക്ക്. എവിടത്തേക്ക്? അല്ല, അവിടെ തേക്കാൻ. ഇവിടെ തേക്കാനൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ കൊട്ടാരത്തിന്റെ ഒരു സ്ഥലത്ത് തേക്കാൻ പറ്റില്ല. നല്ല വില കൂടി പെയിന്റ് അടിച്ചിട്ടല്ലേ തേക്കാവുന്ന ഒരു സാധനം പ്രസാദം. മഹാരാജൻ മഹാരാജൻ എന്താ പടാ? അന്തപുരത്തിന് തീ പിടിച്ചു മഹാരാജൻ. എന്നിട്ട് ഇവിടെ സംഭവിച്ചോ? കത്തി നശിച്ചു മഹാരാജൻ, കത്തി നശിച്ചു. എന്റെ ഭാഗ്യം. അന്തപുരത്തിന് തീ പിടിച്ചിട്ട് ഒരു കത്തി മാത്രമല്ലേ നശിച്ചുള്ളൂ? ആട്ടെ, അവിടെ വറുത്ത് വെച്ചിരുന്ന മത്തിക്ക് എന്തെങ്കിലും? ഇല്ല മഹാരാജൻ. ഓ വെരി ഗുഡ്. മിനിസ്റ്റർ, ഒരു കാര്യം ചെയ്യൂ. നമ്മുടെ പടവാളെടുത്ത് കത്തി പണിയാനുള്ള ഏർപ്പാട് ചെയ്യൂ. പടവാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം നമ്മുടെ ഉടവാളിന്റെ കാര്യം ഓർത്തത്. മന്ത്രി, നമ്മുടെ ഉടവാൾ എവിടെയോ വെച്ച് മറന്നുപോയി. എവിടെയാണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പിടികിട്ടി മഹാരാജൻ, പിടികിട്ടി. പിടി മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കിട്ടുന്ന മുഴുവനായി കിട്ടണം. നീ പോയി അന്വേഷിച്ചിട്ട് വരൂ. ഉരുൾ പോലെ അല്ല, അരുൾ പോലെ. ഒന്നിനൊരു വിദ്യാഭ്യാസം ഇല്ല, നാക്കും പഠിക്കൂല. എന്താ ചെയ്യ ദൈവമേ. ഹലോ ഹലോ. മന്ത്രി, ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും റാണിയെ കിട്ടുന്നില്ല. മന്ത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രാജൻ, രാജാവായ അങ്ങ് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. പിന്നെയാണോ മന്ത്രിയായി ഞാൻ? അതെ രാജൻ, നമുക്ക് കുട്ടികൾ ജനിക്കുന്നെങ്കിൽ 2 കുട്ടികൾ വേണം. പോരാ, 3 കുട്ടികൾ വേണം. വേണ്ട, 2 എണ്ണം മതി. അല്ല, 3 കുട്ടികൾ വേണം. അതെന്തിനാ 3 കുട്ടികൾ? 2 എണ്ണം കൂടി അടിപിടി കൂടുമ്പോ പിടിച്ചു മാറ്റാൻ നിന്റെ അപ്പം പരിപാടി. അതുകൊണ്ട് 3 കുട്ടികൾ വേണം. പൊന്മാനെ പൊന്മാനെ പൊന്മാനെ. പൊന്മാനോ? അല്ല, പൊന്നേമാനെ എന്ന് വിളിച്ചതാ. ഭടോ. ഓന്തോ. ഓന്തോ എവിടെ? ഓ എന്തോന്ന് വിളിച്ചതാ. ഓഹോ, ഞാൻ പേടിച്ചു പോയല്ലോ. അതെ രാജൻ, ഈ ബടൻ ഇന്നലെ എന്റെ മുഖത്ത് നോക്കി കാണ്ടാമൃഗം എന്ന് വിളിച്ചു. ഓഹോ, അത്രക്കായോ? എടാ രാജൻ, അടിക്കണ്ടായിരുന്നു, ഒന്ന് വിരട്ടിയാൽ മതിയായിരുന്നില്ലേ? എന്നാലും അതല്ലല്ലോ, ഇവന് കണ്ടാമൃഗത്തെയും മരപ്പട്ടിയെയും കണ്ടാൽ തിരിച്ചറിഞ്ഞൂടെ? അതെ അതെ. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ നിറകുടം പോലെ ഒരു പെണ്ണല്ലേ? ഇതാണോ നിറകുടം? അണ്ടാവിനെ നിങ്ങളുടെ നാട്ടിൽ നിറകുടം എന്നാണോ പറയുന്നത്? പറയൂ റാണി, പറയൂ. പടോ, എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്? അത് വേട്ടയ്ക്ക് പോയ സേനാനായകൻ തിരിച്ചു വരുന്ന ശബ്ദമാണ്. പടോ, എന്താ തീ കൊണ്ടുപോകുന്നത്? അത് സേനാനായകൻ പിടിച്ച പുലിയാണ് പ്രഭു. ഓഹോ, അപ്പോൾ കൊണ്ടുപോകുന്നതോ? അത് പുലി പിടിച്ച സേനാനായകൻ. ഓഹോ, അപ്പോൾ സേനാനായകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മന്ത്രി. എന്താ രാജൻ? തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് തമ്പുരാൻ? മന്ത്രിക്കറിയാമല്ലോ, കുട്ടികളില്ലാത്തതിനാൽ നാം അതീവ ദുഃഖിതരാണ്. നമുക്കത് അറിയാം രാജൻ. അങ്ങയുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ ഇനി ഒരാൾക്കേ സാധിക്കും. ആരാണ് മന്ത്രി അത്? നമ്മുടെ കൊട്ടാരം രാജഗുരു പാതാളം ഭൈരവൻ. ശരി, എങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മുടെ മുന്നിൽ കത്തിക്കാൻ പറയൂ. കത്തിക്കാൻ? അല്ല, എത്തിക്കാൻ പറയൂ. പണ്ടാളങ്ങ് നാക്കി ഈടേറ്റ് പോഴങ്ങളില്ല. രാജൻ പറഞ്ഞു തീർന്നില്ല, ദാ ഗുരു എത്തിയല്ലോ. ഗുരു, നമ്മെ ഒന്ന് അനുഗ്രഹിക്കണം. നന്നായി വരും, ഞാനും എന്റെ കുടുംബവും. ആട്ടരാജൻ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അങ്ങേക്കറിയാമല്ലോ, 25 വർഷമായി നമുക്ക് കുട്ടികളില്ലാന്ന്. നമുക്കല്ല, നിനക്ക്. അതാദ്യം മനസ്സിലാക്കണം. എനിക്ക് പലയിടത്തായിട്ട് 10-16 ഉണ്ട്.
പിന്നെ ഒരവസരം കൂടി തന്നാൽ. വൃത്തികെട്ടവനെ പോക്കറി തരം പറയുന്നോടാ. ഓ, അതല്ല, ഒരവസരം തന്നാ ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്നാ പറഞ്ഞത്. ഒരടി വേസ്റ്റ് ആയി പോയി. സോറി ഗുരു. പറയൂ രാജൻ, എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചവരാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ശരിയാ, മരിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ പരാതി പറയുന്നത്? ഗുരു, എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ജാഹനൻ കണിയാനെ വിളിച്ച് റാണിയുടെ മോദകം ഒന്ന് കാണിക്കണം. എന്നാ? അല്ല, ആ മോഹനൻ കണിയാനെ വിളിച്ച് റാണിയുടെ ജാതകം ഒന്ന് കാണിക്കണം. എന്തിന്? ഈ ഗുരു ഇവിടെ ഉള്ളപ്പോ അതിന്റെ പോലെ ആവശ്യവുമില്ല. രാജൻ, ആ റാണി എവിടെ? 3 ആണി ഭിത്തി തറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 ആണിയും കൊണ്ട് ആ പണം പോയി. ഓ, അതല്ല, റാണി എവിടെന്ന്? ഓഹോ, ഞാൻ തെറ്റിദ്ധരിച്ചു. രാജൻ, അങ്ങേക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്താണെന്ന് ഞാനിപ്പോ ഗുണിച്ചു പറയാം. അല്ല, ഗണിച്ചു പറയാം. പക്ഷേ റാണിയുടെ ഇപ്പോഴത്തെ നീളവും നക്ഷത്രവും അറിയണം. പിന്നെന്താ, 5.5 സെന്റിമീറ്റർ മൂലം പൊക്കം നക്ഷത്രം. അല്ല, 5.5 സെന്റിമീറ്റർ പൊക്കം മൂലം നക്ഷത്രം. ഓ, അങ്ങനെ. രാജൻ, ഇനി റാണിയുടെ കുചൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ആരെവിടെ? എത്രയും പെട്ടെന്ന് റാണിയുടെ കുചനെ കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. ഷോ, അതല്ല രാജൻ, ഗ്രഹത്തിന് വെളിയിൽ ശുക്രൻ കിടന്ന് കറങ്ങുന്നതിനാൽ ചന്ദ്രന്റെ നോട്ടം അത്ര ശരിയല്ല. ഓ, അത് സാരമില്ലെന്നേ. ശുക്രൻ അളിയനെ നമുക്ക് പറഞ്ഞു വിലക്കാം. പിന്നെ ചന്ദ്രന്റെ നോട്ടം അതവന് കോങ്കണ്ണുള്ളത് കൊണ്ടാ. ഇതൊക്കെ ആരോട് പറയാൻ? ഇനി രാജാവിന്റെ ലഗ്നം എവിടെയാണെന്ന് അറിയണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അതൊക്കെ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ടെന്നേ. മഹാരാജൻ, മഹാരാജൻ, അങ്ങയുടെ മുത്തശ്ശി പടയിൽ നിന്ന് വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ? അതൊന്നും എനിക്കറിയില്ല. 4:30 ശവോടക്കാന്ന് കേട്ടു. ഗുരുവേ, അങ്ങേക്ക് ഈ ഉള്ള വളകളുടെ കൂപ്പുകൈ വളകളകൾ. നിന്റെ ഒരു വളകളകൾ അങ്ങോട്ട് മാറിയില്ല. ഗുരുവേ, നമ്മുടെ ഈ ബന്ധം നാട്ടുകാരറിഞ്ഞാൽ ഇനി രാജാവ് കൊല്ലത്തേ ഉള്ളൂ. ഓഹോ, അപ്പം നിനക്ക് ഇവിടെ മാത്രമല്ല കൊല്ലത്തും രാജാവുണ്ടല്ലേ? ഭയങ്കരി. എന്റെ കണവാ. കണവാന്നോ? ഇത്രയും വില കുറഞ്ഞ മീനുകളുടെ പേര് പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ രാജ്ഞി. ഗുരു, എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി രാജാവ് ആറ്റ് നോറ്റിരിക്കുകയാണ്. ഇതാ കുഴപ്പം. രാജാവ് വല്ല ആറ്റിൽ നോക്കിയത് അങ്ങനെ കുട്ടികളുണ്ടാവുന്നത്. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അങ്ങ് അകലെ ഹിമാലയ സാനുക്കളിൽ ഒരു വൈദ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഗർഭാരൂഢ പച്ചില എന്ന ദിവ്യ ഔഷധം കൊണ്ടുവന്ന് സേവിച്ചാൽ ഉടൻ കുട്ടികളുണ്ടാവും. ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം നമുക്ക് മന്ത്രിയെ ഏൽപ്പിക്കാം. അതാ നല്ലത്. മരുന്നിന് വേണ്ടി പോയ നമ്മുടെ മന്ത്രിയെയും രാജഗുരുവിനെയും കാണുന്നില്ലടവേ. പറഞ്ഞു തീർന്നില്ല. ദാ വരുന്നു മഹാരാജൻ. അവർ മന്ത്രി, പോയ കാര്യം എന്തായി? എല്ലാം മംഗളമായി തന്നെ ഭവിച്ചു. ഇതാ ആ ദിവ്യ ഔഷധം. എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി റാണിക്ക് കൊടുക്കാം. അരുത് രാജൻ, അരുത്. ഇത് റാണി അല്ല കഴിക്കേണ്ടത്. പിന്നെ അങ്ങ് വേണം കഴിക്കാൻ. എന്ത്? അതേ രാജൻ, ഇത് ആണുങ്ങളാണ് കഴിക്കേണ്ടത്. എങ്കിലേ പെണ്ണുങ്ങൾ പ്രസവിക്കൂ. അതും ഉടൻ തന്നെ, ഇമ്മീഡിയറ്റ്. ശരി, എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നാം ഇത് കഴിക്കാൻ പോകുകയാണ്. മഹാരാജൻ, എനിക്കും ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. അങ്ങേക്കറിയാവല്ലോ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികളില്ലാത്തത് കൊണ്ട് ഞങ്ങളും അതീവ ദുഃഖിതരാണ്. അതുകൊണ്ട് അങ്ങൊന്ന് കുനിഞ്ഞ്, അല്ല കനിഞ്ഞ്, എനിക്ക് അല്പം മരുന്ന് തരാൻ സന്മനസ്സുണ്ടാവണം. മഹാമന്ത്രി, അങ്ങയുടെ പുത്രദുഃഖം നാവും മനസ്സിലാക്കുന്നു. ഇതാ, ഇതിൽ നിന്നും അല്പം എടുത്ത് താങ്ങിക്കൊള്ളൂ. മഹാരാജൻ, അങ്ങയുടെ പത്നി റാണി പ്രസവിച്ചു ഒരു ആൺകുട്ടി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. കാണാൻ
കേസ് ഇട്ടേക്കണേ, കുഴപ്പമില്ല. ചേട്ടൻ എടുക്കണ്ടെങ്കിൽ എടുക്കുക. ഇത് ഇങ്ങനെ പുറകെ യുദ്ധം നടക്കണ തോക്കും കൊണ്ട് എടുക്കണ്ട, എന്നെടുക്ക്. വാ എടുത്ത ചേട്ടൻ, വാ. നാളെ മരിച്ചു എന്നും പറഞ്ഞിടരുത്. ഓക്കെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണമില്ലാതെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണമില്ലാതെ. വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണമില്ലാതെ. അങ്ങോട്ട് വരണമെന്നുണ്ട്, പക്ഷെ പറ്റില്ല, വരാൻ പറ്റില്ല. കച്ചവടം പോയല്ലോ കാശും പോയി. പെണ്ണ് ചീരിക്കണ കണ്ണന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണമില്ലാതെ. പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാകല വേല ഇതാ. എന്റെ മോളെ കഷ്ടത്തിലാകല വേല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത് എന്താക്ക് എന്താക്ക് പകല് മുഴുവൻ പണിയെടുത്ത് എന്താക്ക് എന്താക്ക് പകല് മുഴുവൻ പണിയെടുത്ത് എന്താക്ക് എന്താക്ക് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കാറ്റത്തിലാകല വേല ഇതാ. എന്റെ മോളെ കാറ്റത്തിലാകല വേല ഇതാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയോ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ. കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയോ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ. കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ.
ഒരു പെണ്ണ് അവൻ പെടപാടും വെട്ട് പെക്കോലം പോലായില്ലട വേല ഇതാ പെക്കോലം പോലായില്ലട വേല ഇതാ പകലും മുഴുവൻ പണിക്കെടുത്ത് പകലും മുഴുവൻ പണിക്കെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കാട്ടത്തിലാകല്ല വേല ഇതാ എന്റെ മോളെ കാട്ടത്തിലാകല്ല വേല ഇതാ ചക്കട ചോള കണക്കിന് ചക്കട ചോള കണക്കിന് തൊടുത്തൊരു കല്യാണി തൊടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടി ആടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായും വരിക്ക ചക്കട ചോള കണക്കിന് തൊടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടി ആടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായും കാട്ടുള്ളി മൂർച്ചയുള്ളൊരു നോട്ടമ്മ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി വരിക ചക്കട ചോള കണക്കിന് തൊടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം ചാട്ടുള്ളി തുള്ളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമ്മ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി